നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. റിയാദ് സീസൺ ആഘോഷ പരിപാടികൾ കാണാനെത്തിയവരുടെ എണ്ണം 1.2 കോടി കവിഞ്ഞു. 60 ദിവസത്തെ സന്ദർശകരുടെ കണക്കാണ് പൊതുവിനോദ അതോറിറ്റി ചെയർമാൻ തുർക്കി ബിൻ അബ്ദുൽ മൊഹ്സിൻ അൽ ഷെയ്ഖ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടത്. കുടുംബങ്ങൾ, വ്യക്തികൾ, കുട്ടികൾ എന്നിവയുൾപ്പെട്ട സന്ദർശകരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രകടനങ്ങളും വിനോദ പരിപാടികളുമായി കഴിഞ്ഞ ഒക്ടോബർ 28-നാണ് റിയാദ് സീസൺ ആരംഭിച്ചത്. 4 മാസം നീളുന്ന റിയാദ് സീസണിൽ മൊത്തം പ്രതീക്ഷിച്ച എണ്ണമാണിതെന്നും എന്നാൽ പകുതിയിൽ തന്നെ ലക്ഷ്യം നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. സൂഖ് വാഖഫിൽ രാജ്യാന്തര തേൻ ഈന്തപ്പഴ പ്രദർശന മേളകൾക്ക് ഫെബ്രുവരിയിൽ തുടക്കമാകും. തേൻ പ്രദർശനമേള ഫെബ്രുവരി 10 മുതൽ 15 വരെയും ഈന്തപ്പഴമേള ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 വരെയും നടക്കും. പ്രവേശനം സൗജന്യമാണ്. സിദ്ര, വൈൽഡ് സിദ്ര, അക്കേഷ്യ, വൈറ്റ് ഹണി, മൗണ്ടൻ ഫ്ലവർ തുടങ്ങി വ്യത്യസ്ത തരം തേനുകളും ഹലാവി, മസഫാത്തി, മധുചൂൽ തുടങ്ങിയ ഈന്തപ്പഴങ്ങളും പ്രദർശനത്തിലുണ്ടാകും. കഴിഞ്ഞ വർഷത്തെ ഈന്തപ്പഴ തേൻ മേളകളിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള 160 ഫാമുകളും കമ്പനികളും പങ്കെടുത്തു. 50 ഇനത്തിലുള്ള തേനുകളും 50 ഇനത്തിലുള്ള ഈന്തപ്പഴങ്ങളുമാണ് പ്രദർശിപ്പിച്ചത്. അതേസമയം 2019 ശേഷമാണ് രാജ്യാന്തര ഈന്തപ്പഴ പ്രദർശന വിപണനമേള വീണ്ടും എത്തുന്നത്. തേൻ ഈന്തപ്പഴ മേളകളിൽ പങ്കെടുക്കാൻ സ്റ്റാളുകൾ തേടുന്നവർക്ക് www.exhibition.sokhwakif.qa എന്ന പേജിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. UAE KMCC തൃശൂർ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം സ്നേഹവസന്തം 2024 അജ്മാൻ അൽ ഹീലിയോയിൽ നടത്തുവാൻ തൊയ്യിബ് ചേരുവയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു. ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം KK ഹംസക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് KMCC സ്റ്റേറ്റ് സെക്രട്ടറി അഷ്റഫ് കൊടുങ്ങല്ലൂർ, ഷാർജ സ്റ്റേറ്റ് സെക്രട്ടറി ഷാനവാസ് KS, കോർഡിനേഷൻ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി അസ്കർ അലി തിരുവത്ര എന്നിവർ പരിപാടിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ റേഡിയോ ന്യൂസ് @gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.